ചങ്ങായിമാരെ നിങ്ങളുണ്ടല്ലോ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വേണ്ടിയിട്ടില്ല ഇങ്ങനെ അടികൂടി നടന്നോ. നമ്മളെ ശോഭേച്ചിട്ടില്ല പാലക്കാട് നെൽ ശോഭേച്ചി പണി തുടങ്ങിയിട്ടുണ്ട്. 8ന്റെ പണി. ശോഭേച്ചിനെ പാലക്കാട് നിന്ന് കരഞ്ഞ് കണ്ണീരോടെ മടക്കി വിട്ട പാലക്കാട് ജനങ്ങളുണ്ടല്ല അവർക്കൊക്കെ മുട്ടലാണ് ശോഭേച്ചി പണി വെച്ചിട്ടുള്ളത്. ശോഭേച്ചിനോടല്ല പാലക്കാട് നിന്ന് കണ്ടം വഴി ഓടിച്ച ആൾക്കാർ ആരൊക്കെയാണെന്ന് ശോഭേച്ചി മനസ്സിലാക്കി കളഞ്ഞ്. അവർക്കുണ്ടല്ല ഇനി രക്ഷയില്ല മക്കളെ, രക്ഷയില്ല. ശോഭേച്ചിനെ കാണുമ്പോ ചിരിച്ച് 32 പല്ലും കാണിച്ചിട്ട് ശോഭേച്ചിനോട് നിങ്ങൾക്ക് എന്നെ നമ്മളെ വോട്ട് എന്നും മറ്റേ പറഞ്ഞു പറ്റിച്ച ആൾക്കാരല്ലേ, അവരൊന്നും ശോഭേച്ചി വിടൂല. പിന്നെ വേറൊരു ടീമുണ്ട്, അതാരാന്നറിയാം, ശോഭേച്ചിന്റെ നിഴലില്ലേ മുല്ലപ്പൂ വെച്ച നിഴലിനെടുക്കുന്ന പൈസയും വാങ്ങിയിട്ട് ശോഭേച്ചിക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞ ടീമാണ്. അവരും ശോഭേച്ചി വിടില്ല. അവർക്കുണ്ടല്ല മുട്ടയിലല്ല പണി കേട്ടാ, അവർക്ക് പശു നെയ്യിലാണ് പണി, പശു നെയ്യില്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ ശോഭേച്ചി ഉണ്ടല്ല ഇന്നലെ സംഘയുടെ കൂട്ടത്തിൽ ഒരു പ്രസംഗം നടത്തി, ഒരു 1.5 തള്ളു പ്രസംഗം. അത് നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ. ഒരുമിച്ച് പിരായിരിയിലെ വോട്ട് ഉൾപ്പെടെ മാർക്സിസ്റ്റ് പാർട്ടി നിങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന്റെ പെട്ടിയിലിട്ട് കൊടുത്ത് നിങ്ങളുടെ വോട്ട് മറിച്ച് നിങ്ങൾ എന്നെ ഇവിടെ പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിയമസഭയുടെ പുറത്തെ കേരള ബിജെപിയുടെ കാവൽക്കാരിയായിട്ട് ശോഭയുണ്ടാകും എന്ന് പറയാൻ വേണ്ടി കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കേട്ടല്ലോ നമ്മളെ ശോഭേച്ചി പറഞ്ഞത്. ശോഭേച്ചിയുടെ ലിങ്ക് ഇലക്ഷനിൽ മാത്രമേ പരാജയപ്പെടുത്താൻ പറ്റൂ. ശോഭേച്ചിയുടെ നിയമസഭയുടെ മുന്നിൽ ഒരു വാച്ച്മാനായിട്ട് അവിടെ ഉണ്ടാവുന്നതാണ് ശോഭേച്ചി പറയുന്നത്. അതായത് ശോഭേച്ചിനെ നിങ്ങൾ കണ്ടില്ല നിയമസഭയുടെ ഉള്ളിൽ വരുന്നതിൽ തടസ്സപ്പെടുത്താൻ പറ്റൂ. ശോഭേച്ചി നിയമസഭയുടെ പുറത്തിട്ടില്ല നിങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. അതായത് നിങ്ങൾ ഓരോരുത്തരോടില്ല നിയമസഭയുടെ ചവിട്ടുമ്പോ ശോഭേച്ചി നിങ്ങൾക്കൊക്കെ സെല്യൂട്ട് തന്നുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. അതായത് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലുണ്ടല്ല ഏതെങ്കിലും ഒരു വനിത 10 വട്ടം പൊട്ടിയിട്ടുണ്ടോ വെച്ചാൽ അതിനൊറ്റ പേരുള്ളൂ ശോഭേച്ചി. ഇനി അത് മാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായിട്ട് നിയമസഭയിൽ ഒരു വാച്ച്മാനി ആരാ ചോദിച്ചാൽ അത് നമ്മളെ ശോഭേച്ചി മാത്രം. 10 ഇലക്ഷനിലും 8 നിലയിൽ പൊട്ടിയിട്ടും അത് സാധാരണ ജനങ്ങൾ വോട്ട് ചെയ്യാത്തത് കൊണ്ടാണെന്ന് ഇതുവരെ നമ്മളെ ശോഭേച്ചി മനസ്സിലാക്കിയിട്ടില്ല. ശോഭേച്ചി ഇപ്പോഴും പറഞ്ഞത് അവരും മറിച്ചിട്ടാണ് ഇവരും മറിച്ചിട്ടാണ് മറ്റവരെ മറിച്ചിട്ടാണ്. 10 ഇലക്ഷനിലും മറ്റുള്ളവർ മറിച്ചിട്ടാവും ശോഭേച്ചി തോറ്റത്. എന്തായാലും നമുക്ക് ശോഭേച്ചിയുടെ അടുത്ത പ്രാക്ക് ഇടില്ല ഒരു ഒന്നൊന്നര പ്രാക്ക് കിട്ടിട്ട് വന്നാലോ. ഞാൻ ചില ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടു ശോഭാ സുരേന്ദ്രൻ കരഞ്ഞ് മെഴുകി വീട്ടിലേക്ക് തിരിച്ചുപോയി എന്ന് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ഞാൻ കാണാനിടയായി. അങ്ങനെ സങ്കല്പിക്കാനും സന്തോഷിക്കാനും ഒക്കെ ഓരോരുത്തർക്ക് അവകാശമുണ്ട്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ 5% വരുന്ന വോട്ടുകൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് വർദ്ധിച്ചു എന്ന് മാത്രമല്ല തിരുവനന്തപുരം മുതൽ മഞ്ചേശ്വരം വരെയുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ ജയിച്ച സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നമ്മൾ വോട്ട് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കരഞ്ഞ് മെഴുകി തിരിച്ചു പോകാൻ എന്താണുള്ളത് നമ്മെ സംബന്ധിച്ച്? അതല്ലേ പറഞ്ഞത്, ശോഭേച്ചി കരഞ്ഞ് മെഴുകിയിട്ടാണ് തിരിച്ചുപോയെന്ന്. ആരാണ് പറഞ്ഞത്? ശോഭേച്ചി ഉണ്ടല്ല ആരും കാണാതെ സ്വന്തം ബാത്റൂമിൽ പോയിട്ട് ആരും കാണാതെയായിരുന്നു പൊട്ടിക്കരഞ്ഞത്. അതൊക്കെ നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കിയത്? ശോഭേച്ചി കരഞ്ഞു മെഴുകിയതൊക്കെ അവിടെ നിൽക്കട്ടെ, ശോഭേച്ചി ഉണ്ടല്ല കൂടെ ഉണ്ടായിരുന്ന ഒരു വനിതാ സഹപ്രവർത്തകന പുളിച്ച തെറി വിളിച്ചതുണ്ടല്ല എല്ലാരും കേട്ടിട്ട് ശോഭേച്ചിന്റെ കളി ഉണ്ടല്ല അവിടെയാണ് ലേശം പാളിപ്പോയത്. പിന്നെ അതുമാത്രമല്ല ശോഭേച്ചിന്റെ നേരില്ലേ മുല്ലപ്പൂയുടെ നിഴല്, ആ നിഴലിനെ വിട്ടിട്ട് പൈസ കൊടുത്തിട്ടില്ലേ, വോട്ടിന് വേണ്ടി പൈസ കൊടുത്തില്ലേ, അവിടെയാണ് ശോഭേച്ചി രണ്ടാമതുണ്ടല്ല ശരിക്കും പെട്ടത്. എന്നാലും എന്റെ ശോഭേച്ചിന്റെ ഏത് വൃത്തികെട്ട സമയത്താണ് ശോഭേച്ചിന്റെ വായി നിന്നില്ല ആ നിഴല് മുല്ലപ്പൂ വെച്ചത് നിങ്ങളെ നിഴലാന്ന് പറയാൻ തോന്നിയത്? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും 10ാമത് 8 നില പൊട്ടിട്ട് ശോഭേച്ചി പറഞ്ഞിട്ടില്ലേ എനിക്ക് 5% വോട്ട് വർദ്ധിച്ചെന്ന്. ഉളുപ്പുണ്ട സ്ത്രീയെ ഇങ്ങനെ വർത്താനം പറയാൻ വേണ്ടിട്ട്. ഇനിയുണ്ടല്ലോ നമുക്ക് ശോഭേച്ചിന്റെ കുറച്ചും കൂടി പ്രാക്ക് ബാക്കിയുണ്ട്. ആ പ്രാക്കും കൂടി കേട്ടിട്ട് വന്നാലോ. പിന്നെ എനിക്ക് എന്തിനാണ് ഞാൻ കരഞ്ഞു മെഴുകുന്നത്? എനിക്ക് ഇതിനേക്കാൾ വലിയൊരു സർട്ടിഫിക്കറ്റ് ഇനി എന്താ കിട്ടാനുള്ളത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം ആ വേദിയിൽ വന്ന് അദ്ദേഹം പറഞ്ഞു എന്താണ്, ശോഭ പ്രസ്ഥാനത്തിന് വേണ്ടി വർഷങ്ങളോളം പ്രവർത്തിച്ച ഒരാളാണ് എന്ന് ഈ രാജ്യത്തിന്റെ മുടിചൂടാ മന്നനായിട്ടുള്ള ലോകാരാധ്യനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ എല്ലാ മുഖത്ത് എന്താ ഉണ്ടാകേണ്ടത്? സങ്കടമല്ല ഉണ്ടാകേണ്ടത്. എന്തുണ്ടാകണം? സന്തോഷം ഉണ്ടാകണം. എല്ലാവരും ചിരിക്കണം. നമ്മളിവിടെ വന്നിട്ടുള്ളത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ചായ കുടിക്കാനും വേണ്ടിയിട്ടാണ്. ഇനി പാലക്കാട് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ അശരണരായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. മാത്തൂരിൽ നിന്ന് ഒരു 40-ലധികം വരുന്ന പരാതികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ണാടിയിൽ നിന്ന് ഏതാണ്ട് ഒരു 50-60 ആളുകളുടെ പരാതി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പരാതികൾ എല്ലാം അതിന്റെ കൃത്യതയോടുകൂടി കൃത്യമായി അതിൽ തീരുമാനമെടുക്കും.
എന്റെ ശോഭജി നിങ്ങളുണ്ടല്ല, നിങ്ങൾ തോറ്റ MLA ആണ്. നിങ്ങളുണ്ടല്ല ആ പരാതിയൊക്കെ വാങ്ങിയിട്ട് ജയിച്ച MLA ഇല്ലേ മൂപ്പർക്ക് കൊണ്ട് കൊടുക്ക്. മൂപ്പറുണ്ടല്ല അത് നോക്കിയിട്ട് അതിനുള്ള പരിഹാരം ഉണ്ടല്ല മൂപ്പർ ചെയ്തോളൂ. നിങ്ങളെന്താ വേണ്ടെന്നറിയാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് എത്തുക. എന്നിട്ടില്ല നിയമസഭയുടെ മുന്നിൽ നിങ്ങൾ പറഞ്ഞ പോലെ കാവല് നിൽക്കുക, വാച്ച്മാനിയായിട്ട് കാവല് നിൽക്കുക. നിങ്ങൾ പറഞ്ഞ വാക്കുണ്ടല്ല നിങ്ങൾ തന്നെ പാലിക്കുക, അല്ലാണ്ട് വേറെ ഒരു രക്ഷയില്ല. പിന്നെ ശോഭിച്ചിട്ടില്ല പാലക്കാടിനെ കുറിച്ച് കുറ്റം പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം കേട്ടാ, പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് നിങ്ങൾ BJP ആണ്. അതുകൊണ്ട് കുറ്റം പറഞ്ഞാല് അത് നിങ്ങളെ BJP-നെയാണ് ബാധിക്കുന്നുള്ള മിനിമം ഒരു ബോധം ശോഭജിക്ക് വേണം കേട്ടാ. പിന്നെ ശോഭജിക്കട്ടില്ല അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ശോഭജി നിങ്ങളുടെ കരച്ചിൽ കേൾക്കാനല്ല അവിടെ വന്നിട്ടുള്ളത്. ശോഭജി ഉണ്ടല്ലോ ഒറ്റക്കിരുന്ന് കരഞ്ഞു മടുത്ത് ഇനി നിങ്ങളെ കരച്ചിലും കൂടി ശോഭജിക്ക് കേൾക്കാൻ കഴിയില്ല. നിങ്ങളെ കൂടി ഇരുന്നിട്ട് വേണം ശോഭജിക്കണ്ടില്ല രണ്ടുരുള്ള ചോറ് കഴിക്കാൻ വേണ്ടി. എത്ര ദിവസമെന്നറിയാം ശോഭജി എന്തെങ്കിലും കഴിച്ചിട്ട് 8 നില പൊട്ടിയാശോടില്ല ശോഭജിക്ക് എന്ത് കഴിക്കും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഒന്നാമത്തെ കാര്യം ഉണ്ടല്ലോ ശോഭജി പാലക്കാടുണ്ടല്ല MLA ഓഫീസ് തുറന്നു വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് സാരി ഉണ്ടല്ല MLA കണ്ട സാരി വരെ ശോഭിച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ട് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുഖത്ത് ഇനി ശോഭിച്ച് എങ്ങനെ നോക്കും? നിങ്ങൾ പറ എങ്ങനെ നോക്കും? ഇപ്പൊ തന്നെ ശോഭിച്ചിനെ കാണുമ്പോ കുറെ നാട്ടുകാരും കുറെ വീട്ടുകാരും കളിയാക്കുമ്പോ ശോഭിച്ച് എന്താ പറഞ്ഞെന്നറിയാം, അത് ഞാനല്ല, അത് മുല്ലപ്പൂ വെച്ച എന്റെ നെല്ല് എന്ന് പറഞ്ഞ ശോഭിച്ച് രക്ഷപ്പെടില്ലേ. അതായത് ലോകത്താരെങ്കിലും ഒരു ഇലക്ഷന് സ്വന്തം നെല്ല് കൊണ്ട് പൊട്ടിയിട്ടുണ്ടോ? അതും മുല്ലപ്പൂ വെച്ച സ്വന്തം നെല്ല് കൊണ്ട് ആരെങ്കിലും പൊട്ടിയിട്ടുണ്ടോ? ആർക്കും പറ്റൂല. അതുകൊണ്ടല്ല നമ്മളെ പാലക്കാട് മഞ്ഞൾ ശോഭിച്ചില്ലേ, ഇപ്പത്തെ നേൽ ശോഭിച്ചിന് കൊണ്ടുപോയേ പറ്റൂ. എല്ലാ ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ ശോഭിച്ചിട്ടില്ല എനിക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ പാർട്ടി മാറും പറഞ്ഞിട്ടില്ല ഇലക്ഷനിൽ മത്സരിക്കും. എന്നിട്ട് എല്ലാ ഇലക്ഷനും 8 നിലയിൽ പൊട്ടും ചെയ്യും. ആരെ കൊണ്ടെങ്കിൽ സാധിക്കും ഇങ്ങനെ? ഇനി ശോഭിച്ച് അടുത്ത പ്രാവശ്യം എന്താ ചെയ്യാന്നറിയാം, വിജയിക്കാൻ സാധ്യതയുള്ള BJP-ക്ക് വിജയിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു മണ്ഡലം തെരഞ്ഞെടുക്കും. എന്നിട്ട് അവിടെ മത്സരിക്കും. എന്നിട്ട് അവിടെ 8 നിലയിൽ പൊട്ടും. 11 നിലയിൽ പൊട്ടും. 11, 12, 13 തവണ പൊട്ടാൻ വേണ്ടി ശോഭേച്ചിന് ജനമുണ്ടില്ല. ഇനിയും ബാക്കി. അതുകൊണ്ട് പാലക്കാട് ജനങ്ങളെ ശോഭേച്ചി അല്ല തോറ്റത്, നിങ്ങളാണ് തോറ്റത്. കാരണം നിങ്ങളുണ്ടല്ല ഒരു തവണയില തോറ്റത്, 2 തവണ ശോഭേച്ചിനെ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടല്ല 2 MLA-മാരെ കിട്ടുമായിരുന്നു. ഒന്നാമത്തത് ശോഭേച്ചി MLA-യും രണ്ടാമത്തത് ശോഭേച്ചിന്റെ നേൽ MLA ഇല്ലേ നേൽ MLA. ആ 2 MLA-മാരി വേണ്ടെന്ന് വെച്ചിട്ട് ശോഭേച്ചിന പാലക്കാട് നിന്ന് 10 നില പൊട്ടിച്ച പാലക്കാട് എല്ലാ നല്ലവരായ ജനങ്ങൾക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.